കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കേട്ടിട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനഘ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൈക്കോളജിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. Which of the following is the most effective method of teaching? ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ലെക്ചർ മെത്തേഡ്, ഡിസ്കഷൻ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇത് നാലും മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ വേ ആണ്. ഒരു ടീച്ചർ നിന്ന് സംസാരിക്കുന്നു, കുട്ടികൾ കേൾക്കുന്നു. ഡിസ്കഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപാട് കുട്ടികൾ, അത് വളരെ എഫക്റ്റീവ് ആണ്. കാര്യം പിയർ ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാവും. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് നമ്മൾ കൂടുതലും എക്സ്പീരിയൻഷ്യൽ ആയിട്ട്, അതായത് എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്. ദെൻ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. ഇൻക്വയറി ബേസ്ഡ് എന്ന് വെച്ചാൽ കുട്ടി ആ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് കുട്ടി പഠിക്കും. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ഏറ്റവും ഇഫക്റ്റീവ്? എല്ലാം ഇഫക്റ്റീവ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. സോ ഒബ്വിയസ്ലി അത് ഏത് തന്നെയായിരിക്കും? ഇറ്റ് ഈസ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. നമ്മൾ ഒരു കാര്യത്തെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് ആ കുട്ടി തന്നെ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്ത് പഠിക്കുന്ന ഒരു മെത്തേഡാണ് ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Next question. Which approach emphasize learning through hands-on experience? സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കുന്ന തരത്തിലുള്ള അപ്രോച്ച് ഇതിൽ ഏതാണ്? ബിഹേവിയറിസ്റ്റ് അപ്രോച്ച്, കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്, ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് സ്ട്രക്ചറലിസ്റ്റ് അപ്രോച്ച്. അപ്പം എന്താണ്? സംതിങ് ദാറ്റ് വി ആർ ഡൂയിങ്, നമ്മൾ തന്നെ ചെയ്ത് പഠിക്കുന്നു അല്ലേ? നോക്കിയാൽ ലേണിംഗ് ത്രൂ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, നമ്മൾ തന്നെ നമ്മളാൽ പറ്റുന്ന രീതിയിൽ ചെയ്ത് പഠിക്കും. സോ വി ആർ ഡൂയിങ് സംതിങ് കൺസ്ട്രക്റ്റീവ്ലി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ എന്ന് മനസ്സിലാവും. കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ അപ്രോച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ ആയിട്ടായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. Then the best method to teach a practical skill. ഒരു പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ്, ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സ്കിൽ. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുക? ലെക്ചർ മെത്തേഡ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, demonstration method and discussion method. Among the four methods which will be used to teach a practical skill, ഏത് മെത്തേഡ് ആയിരിക്കും യൂസ് ചെയ്യുക? ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. ബിക്കോസ് വി ആർ പ്രൊവൈഡിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. അവർ കണ്ട് മനസ്സിലാക്കി പഠിക്കണം. ഇപ്പോൾ ഒരു സ്റ്റിച്ചിങ് ക്ലാസ് നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റിച്ചിങ് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എത്രത്തോളം ഇഫക്റ്റീവ് ആയിരിക്കും, അത് കണ്ട് നന്നായിട്ട് അതായത് അവർ മനസ്സിലാക്കണം. ആ ഒരു പ്രാക്ടിക്കൽ സ്കില്ല് അവരിലേക്ക് എത്തണമെങ്കിൽ അവരും അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. സോ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് ടു ടീച്ച് എ പ്രാക്ടിക്കൽ സ്കിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്ലൂംസ് ടാക്സോണമി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ലെസൺ പ്ലാൻസിലെല്ലാം ബ്ലൂംസ് ടാക്സോണമിക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. സോ ബ്ലൂംസ് ടാക്സോണമിയെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലൂംസ് ടാക്സോണമി ക്ലാസിഫൈസ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇൻ ടു വിച്ച് 3 domains? Cognitive, affective and psychomotor, behavioral, emotional and conceptual, knowledge, attitude, skill, തിയററ്റിക്കൽ, പ്രാക്ടിക്കൽ ആൻഡ് അനലറ്റിക്കൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളെല്ലാം ലെസൺ പ്ലാൻസ് എഴുതിയിരുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്? എന്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു നമ്മൾ എഴുതിയിരുന്നത് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്? സോ കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ. അപ്പോൾ അറിയാം, നമ്മൾ ഓൾറെഡി ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ എഴുതിയവരാണ് അല്ലേ? നമ്മൾ ആ കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഷുഡ് ബി കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടോർ. അടുത്ത ക്വസ്റ്റ്യൻ. What is the primary purpose of formative assessment? അറിയാമല്ലോ, അസസ്മെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ സമ്മേറ്റീവ് അസസ്മെന്റ്, ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട്. നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ്. അപ്പം എന്തിനാണ് ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്തുന്നത്? ടു അസൈൻ ഗ്രേഡ്സ്, to evaluate final performance, to provide feedback for improvement and to compare students' achievements. അപ്പോൾ എന്തിനായിരിക്കും നമ്മൾ സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇയർ എൻഡ് അസസ്മെന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം ഇയർ എൻഡ് അസസ്മെന്റ് നമ്മൾ നടത്തുന്നത് എന്തിനാണ്? ഗ്രേഡ്സ് അസൈൻ ചെയ്യാനും അവരുടെ പെർഫോമൻസ് എങ്ങനെയായി, ലാസ്റ്റത്തെ അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും കുട്ടികളെ പരസ്പരം കമ്പയർ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സാംസ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റാങ്ക് പബ്ലിഷ് ചെയ്യാനായിട്ടാണ് അവർ എക്സാംസ്, ഫൈനൽ എക്സാംസ്
എക്സാംസ് കണ്ടക്ട് ചെയ്യുക. സോ ഇവിടെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഫോർമേറ്റീവ് അസസ്മെന്റ് നടത്തുക? ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക് ഫോർ ഇംപ്രൂവ്മെന്റ്. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കേറ്റഡ് ബാച്ചിൽ ഒക്കെ ജോയിൻ ചെയ്തവർക്ക് അറിയായിരിക്കും, വീക്ക്ലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റുകൾ നടത്തുന്നത്? നിങ്ങൾ എവിടെയാണ് ലാഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും നിങ്ങളെ അതിൽ നിന്നും ഇതാക്കി കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും റാങ്ക് പബ്ലിഷ് ചെയ്യാറുണ്ട് വീക്ക്ലി ഇല്ലേ നമ്മൾ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പം നമുക്ക് അറിയാൻ പറ്റും നമുക്ക് എവിടെയാണ് കുറവ് വരുന്നത്, ഏത് ടോപ്പിക്കാണ് നമ്മൾ വീക്കായിട്ടുള്ളത് എന്ന്. അപ്പം അതുപോലെ തന്നെയാണ് ഇവിടെ ഫോർമേറ്റീവ് അസസ്മെന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയയിൽ നോക്കുമ്പോഴും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുട്ടിയുടെ കുറവുകൾ അല്ലെങ്കിൽ ആ കുട്ടി എവിടെയാണ് പിന്നിലേക്ക് നിൽക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഇംപ്രൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടീച്ചിങ് മെത്തേഡ്സ് എൻകറേജസ് ആക്റ്റീവ് സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ? ഇതിൽ ഏത് മെത്തേഡാണ് കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യുന്നത്? ലെക്ചർ മെത്തേഡ്, റോട്ട് മെമ്മറൈസേഷൻ, കൊളാബറേറ്റീവ് ലേണിംഗ് ആൻഡ് ഡിക്റ്റേഷൻ മെത്തേഡ്. വളരെ ഈസി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലെക്ചർ മെത്തേഡ് അറിയാം, അവിടെ ടീച്ചറിന് മാത്രമേ റോളുള്ളൂ. ടീച്ചർ സെൻറ്റേർഡ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ലെക്ചർ മെത്തേഡ്. റോട്ട് മെമ്മറൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കാണാണ്ട് പഠിക്കുക. എല്ലാം കാണാണ്ട് പഠിക്കുന്നിടത്ത് ഒരു കുട്ടിക്ക് നല്ലൊരു ഇൻട്രാക്ഷൻ കിട്ടാറില്ല അല്ലേ? കാണാണ്ട് പഠിക്കുന്നു, നമ്മൾ അതുപോലെ എഴുതി വെക്കുന്നു. ദെൻ കൊളാബറേറ്റീവ് ലേണിംഗ്, ഇറ്റ് ഈസ് എ ലേണിംഗ് ഇൻ വിച്ച് ദർ ഈസ് എൻ ഇൻട്രാക്ഷൻ. അതാണ് ഒരു ഇൻട്രാക്റ്റീവ് പ്രോസസ്. ആൻഡ് ഡിക്റ്റേഷൻ മെത്തേഡ്, അപ്പം നമുക്കറിയാം വേർ ദ ഇൻട്രാക്ഷൻ പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഓർ വിച്ച് എൻകറേജസ് സ്റ്റുഡൻസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഈസ് കൊളാബറേറ്റീവ് ലേണിംഗ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, എ ടീച്ചർ യൂസിങ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഈസ് പ്രൈമർലി കൺസേൺഡ് വിത്ത് teaching all students in the same way, adjusting methods to meet diverse learning needs, using only textbooks for instructions, following a rigid curriculum. ഒരുപാട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്ന ഒരു ടീച്ചർ എന്തിലായിരിക്കും പ്രൈമർലി കൺസേൺഡ് ആവേണ്ടത്? എന്താണ്? ഒരുപാട് കുട്ടികൾ, ഇപ്പം നമുക്കറിയാം ഇൻക്ലൂസീവ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമ്മളെല്ലാവരും പിന്തുടരുന്നത്. സോ എന്താണ്? അഡ്ജസ്റ്റിംഗ് മെത്തേഡ്സ് ടു മീറ്റ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ്. ആൻഡ് നമുക്ക് ആസ് എ ടീച്ചർ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ക്ലാസ്സിൽ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയും കാണും, ഒട്ടും ബ്രില്യൻ്റ് അല്ലാത്ത അല്ലെങ്കിൽ ആവറേജിനും താഴെയുള്ള കുട്ടികളും കാണും. അപ്പോൾ അവരുടെ എല്ലാം ആവശ്യകതകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിപ്പിക്കാനായിട്ട്. സോ അഡ്ജസ്റ്റിംഗ് മെത്തേഡ്സ് ടു മീറ്റ് ഡൈവേഴ്സ് ലേണിംഗ് നീഡ്സ്. Then 8th question, the Socratic method of teaching involves giving long lectures, encouraging students to memorize content, asking questions to stimulate critical thinking, using only textbook for instruction. So which of the one comes under Socratic methods of teaching? Asking ക്വസ്റ്റ്യൻസ്. എന്താണ് കുട്ടികൾ ആദ്യത്തെ നോക്കിയാൽ ലോങ് ലെക്ചേഴ്സ്, ഞാനിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഡെവലപ്മെൻറ്റും ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു കോപ്പറേഷനും ഉണ്ടാവത്തില്ല. എൻകറേജിങ് സ്റ്റുഡൻസ്, കാണാണ്ട് പഠിക്കുക. കാണാണ്ട് പഠിച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പരിധി വരെ അത് ഉപകാരപ്പെടും, പക്ഷേ പിന്നീട് അവൻ്റെ ലോങ് ടേം ലൈഫിൽ അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ദെൻ യൂസിങ് ഓൺലി ടെക്സ്റ്റ് ബുക്സ് ഫോർ ഇൻസ്ട്രക്ഷൻ. ഞാൻ പഠിപ്പിക്കുകയാണ്, ടെക്സ്റ്റ് ബുക്കിലെ കണ്ടൻസ് മാത്രം പഠിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് വോണ്ട് ഹെൽപ്പ് ദ ചൈൽഡ് ടു ഡെവലപ്പ്. സോ we have to ask questions in order to stimulate critical thinking among the students. The 9th question, which instructional strategy is best suited for developing problem solving skills? Problem solving skills കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും നല്ല സ്ട്രാറ്റജി ഏതാണ്? ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ലെക്ചർ മെത്തേഡ് ആൻഡ് മെമ്മറൈസേഷൻ. എപ്പോഴും ശ്രദ്ധിക്കുക, പുതിയ ടേംസിനായിരിക്കും നമ്മുടെ പരീക്ഷകളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരെ. പുതിയ പുതിയ കാര്യങ്ങൾ എഡ്യൂക്കേഷനിൽ ഉണ്ടാവുന്ന പുതിയ പുതിയ മാറ്റങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്. അപ്പോൾ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്താണ്, അതുകൊണ്ട് എന്താണ് ഉപകാരം? ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലെക്ചർ മെത്തേഡ് ഇല്ല, മെമ്മറൈസേഷൻ ഒരു ഇമ്പോർട്ടൻസും നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസീസ് കൊടുക്കുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ഓപ്പൺ ബുക്ക് ടെസ്റ്റിലേക്കൊക്കെ നമ്മുടെ എക്സാം പാറ്റേൺസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ് ഈസ് ദ ബെസ്റ്റ് instructional strategy which suits the need to solve the problems among students. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ആ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ഇൻക്വയറി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ്. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസിനെയും എൻഹാൻസ് ചെയ്യും.
Then 10th question, which of the following is an example of summative assessment? നമ്മൾ ഓൾറെഡി ഫോർമേറ്റീവ് അസസ്മെന്റ് പറഞ്ഞു, നമ്മുടെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യവും നമ്മുടെ ഇവിടെ നടക്കുന്ന കേട്ടഡ് ക്ലാസ്സസ് ആയിക്കോട്ടെ, ഏതൊരു ക്ലാസ്സസ് ആയിക്കോട്ടെ, മോക്ക് ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ്, ഇതിന്റെ ഒക്കെ പ്രാധാന്യം പറഞ്ഞു. സോ ഇവിടെ എന്താണ് എക്സാമ്പിൾ ഓഫ് സമ്മേറ്റീവ് അസസ്മെന്റ്? വീക്ക്ലി ക്വിസസ്, classroom discussions, final examination, peer feedback. You will get weekly quizzes and formative assessment, you will have classroom discussions and you will get peer feedback. ഇതെല്ലാം നമ്മുടെ കോഴ്സസിലുണ്ട്. ഒന്ന് നോക്കിയേ, വീക്ക്ലി ക്വിസസ് എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് എക്സാംസ് തരുന്നില്ലേ, അതുപോലെ ക്ലാസ് റൂം ഡിസ്കഷൻസ്, മെന്റർഷിപ്പ് പ്രോഗ്രാംസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടുത്തെ ഇതിൻ്റെ ആൻസർ ഏതായിരിക്കും? ഫൈനൽ എക്സാമിനേഷൻ അല്ലേ? ഫൈനൽ എക്സാമിനേഷൻ ആണ് എന്തിൻ്റെ എക്സാമ്പിൾ? സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ. സോ അപ്പം നിങ്ങൾ കണ്ടല്ലോ കേട്ടിട്ടില്ല ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഇതിപ്പോൾ ജസ്റ്റ് ഒരു ലേ ഔട്ട് മാത്രമാണെങ്കിൽ, ഒരു ഫ്രെയിം വർക്ക് മാത്രമാണ് ഞാൻ പ്രൊവൈഡ് ചെയ്തത്. സോ കേട്ടറ്റ് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കേട്ടറ്റ് ക്ലാസ്സസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കാര്യം കേട്ടറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിലൂടെ ടീച്ചിങ് സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റും. സോ ഞങ്ങളുടെ കേട്ടറ്റിൻ്റെ ലൈവ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ CCയുടെ പ്രത്യേകതയാണ് 1-on-1 മെന്റർഷിപ്പ്. അതുപോലെ തന്നെ എന്താണ്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, വീക്ക്ലി ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് PDF ആയിട്ട് ഞങ്ങൾ നോട്ട്സ് തരുന്നതാണ്. അതോടൊപ്പം തന്നെ കറക്റ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേണും ഒരു ടൈം ടേബിളും ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നിങ്ങൾ ജോയിൻ ചെയ്തു കേട്ടിട്ട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കൂ. താങ്ക് യു.